Hello everyone, once again welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റൈറ്റിംഗ് എങ്ങനെ എഫക്റ്റീവായിട്ട് ഈസി വേയിൽ എഴുതാം. സോ മിക്ക സ്റ്റുഡൻസിനുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കൺസേൺ ആണ് ലെറ്റർ എത്രമാത്രം വായിച്ച് എഴുതി പ്രിപ്പയർ ചെയ്ത് എഴുതിയാലും അത് അത്രയ്ക്ക് എഫക്റ്റീവ് ആകുന്നില്ല. അതൊരു ബി സ്കോറിൻ്റെ അല്ലെങ്കിൽ ഒരു C+ൻ്റെ ഒരു ലെവലിലേക്ക് വരുന്നില്ല. ഇപ്പം നമ്മളൊരാളുടെ കയ്യിൽ ഇവാലുവേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ധാരാളം മിസ്റ്റേക്സ് അല്ലെങ്കിൽ അതിന് ഓർഗനൈസേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ അത് കറക്റ്റ് വേയിലല്ല എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ള കമൻസുകൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ OET റൈറ്റിംഗ് എന്ന് പറയുന്നത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു മോഡ്യൂളല്ല. കാരണം റീസെൻ്റ്ലി 2021 ഏപ്രിൽ മുതൽ ഇപ്പം വരെ ഒരേ പാറ്റേണിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് OET റൈറ്റിങ്ങിന്. സോ നമ്മൾ ആ ഒരു കുറച്ച് പാറ്റേൺ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും OET റൈറ്റിംഗ് പി സ്കോറോടുകൂടി നല്ല സ്കോറോടുകൂടി തന്നെ പാസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്താണ് അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ OET യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ റീസെൻറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് വീഡിയോസ് കാണും. സോ അത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഉപകാരം ഉണ്ടായിരിക്കും. കാരണം മോർലെസ് ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു പാറ്റേൺ എന്താണെന്ന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ OET നോൺ കേസ് ലെറ്റേഴ്സ് ധാരാളം എഴുതി പഠിക്കുക. ഓക്കെ, എസ്പെഷ്യലി ടു പേഷ്യൻസ് GP ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഓൾമോസ്റ്റ് കുറേയൊക്കെ ഒരു 80% വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സസ് അല്ലെങ്കിൽ എനി വൺ ടൈപ്പ് ഓഫ് നഴ്സിംഗ് പ്രൊഫഷൻ ചോദിക്കാറുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്, പ്രാക്ടീസ് നഴ്സ് അല്ലെങ്കിൽ ടിഷ്യൂ വയബിലിറ്റി നഴ്സ് പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർ ലൈക്ക് സ്റ്റോമ കെയർ നഴ്സ് അങ്ങനെയുള്ള നഴ്സസിനുള്ള ലെറ്റേഴ്സ് വരാറുണ്ട്. ഇടയ്ക്ക് നഴ്സ് മാനേജറിൻ്റെ ലെറ്റർ വരാറുണ്ട്. സോ നഴ്സസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പാറ്റേണും മോർലെസ് സെയിം തന്നെ ആയിരിക്കും. ബട്ട് സ്പെഷ്യലൈസ്ഡ് വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. എക്സാമ്പിൾ ടിഷ്യൂ വയബിലിറ്റി നഴ്സ് ചോദിക്കുവാണെങ്കിൽ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ നിങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കണം. നഴ്സസിൻ്റെ എല്ലാ റെക്കമെൻഡേഷൻസും അവിടെ എഴുതാൻ പറ്റില്ല. റിലേറ്റഡ് ടു വൂണ്ട് ഡ്രസ്സിങ് അതിൻ്റെ മാനേജ്മെൻറ്റ് ആ കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ മെൻഷൻ ചെയ്യത്തുള്ളൂ. പ്രാക്ടീസ് നഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്, നഴ്സ് മാനേജർ ഇങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാ റെക്കമെൻഡേഷൻസും നമുക്കവിടെ എഴുതാവുന്നതാണ്. അതാണ് ഈ നഴ്സസിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇൻട്രൊഡക്ഷൻ ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 85% കറക്റ്റായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ബി സ്കോർ കിട്ടാവുന്നേ ഉള്ളൂ. സോ ഇതിൻ്റെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് ലെറ്ററിൻ്റെ കൺസൈസ്ഡ് ഫോമാണ്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് 3 പാർട്സ് ആണുള്ളത്. നിങ്ങൾ പേഷ്യൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഫുൾ നെയിം വെച്ചിട്ട്, പിന്നെ പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണ്, റെക്കമെൻഡേഷൻ അതായത് റിക്വയർമെൻറ്റ് എന്താണ്, ഇത്രയാണ് നമ്മൾ എഴുതുന്നത്. ഡിസ്ചാർജിൻ്റെ സ്റ്റാറ്റസ് ഓപ്ഷനിലാണ്. അത് സ്പെസിഫിക് ആയിട്ട് എഴുതണം എന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എഴുതേണ്ടി വരുന്നുള്ളൂ. അതായത് എന്തെങ്കിലും സർജറി സ്കെഡ്യൂൾഡ് ആണ് അല്ലെങ്കിൽ ഡിസ്ചാർജ് മേ ബി നാളെ അല്ലെങ്കിൽ ആഫ്റ്റർ 2 days അങ്ങനെ സ്പെസിഫിക് ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡിസ്ചാർജ് സ്റ്റാറ്റസ് എഴുതേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇൻട്രഡക്ഷനിൽ നമ്മൾ എഴുതുന്ന കണ്ടീഷൻ മിക്ക സ്റ്റുഡൻസും തെറ്റി എഴുതാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഏത് കണ്ടീഷനാണ് നമ്മൾ എഴുതേണ്ടത്? ഇപ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് അത് ഓൾറെഡി റിക്കവേർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻട്രഡക്ഷനിൽ വരില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രസൻറ്റ് മെഡിക്കലിൽ എഴുതേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ബട്ട് കറൻറ്റ് മെഡിക്കൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഡയഗ്നോസിസ് ആയിട്ട് ഇൻട്രഡക്ഷൻ എഴുതേണ്ടത്. സംടൈം ഒരു കണ്ടീഷൻ ആയിരിക്കും, സംടൈം അത് 2 കണ്ടീഷൻസ് ആയിരിക്കും, സംടൈം ഒന്ന് റിക്കവറിങ് ഫ്രം എന്നുള്ള രീതിയിലൊരു കണ്ടീഷനും ഒന്ന് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് എന്നുള്ളതായിരിക്കാം. അങ്ങനെ പല രീതിയിൽ അല്ലെങ്കിൽ ഈ സ്കെഡ്യൂൾഡ് ഫോർ ഒരു പെർട്ടിക്കുലർ സർജറി അങ്ങനെ പല രീതിയിൽ കണ്ടീഷൻസ് വരും. ആ കണ്ടീഷൻ ക്ലിയർ ആയിട്ട് വായിച്ച് ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് 1 or 2. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ഹംബിളായിട്ട് എഴുതുക. ഒരിക്കലും റെക്കമെൻഡേഷൻ സെൻറ്റൻസ് അതേപടി എടുത്ത് നമ്മളൊരിക്കലും ഇൻട്രൊഡക്ഷനിൽ എഴുതരുത്. അതിനെ കൺസൈസ്ഡ് ഫോം, അതായത് കണ്ടിന്യൂഡ് കെയർ, ഫോളോ അപ്പ് കെയർ, ഓൺഗോയിങ് കെയർ, ഫർദർ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് സർവീസസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനാണെങ്കിൽ ഓൾമോസ്റ്റ് ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള സിമ്പിൾ വേർഡ്സിൽ നമ്മളെപ്പോഴും അത് ചുരുക്കി വേണം ഇൻട്രഡക്ഷനിൽ സ്പെസിഫിക് ആയിട്ട് എഴുതാൻ വേണ്ടി. ഒരിക്കലും ആ റെക്കമെൻഡേഷൻ ഇവിടെ എടുത്ത് ചില ലെറ്റേഴ്സിലാകെ ഒരേ ഒരു റെക്കമെൻഡേഷനെ കാണത്തുള്ളൂ. ചിലർ എന്ത് ചെയ്യും, ആ റെക്കമെൻഡേഷൻ ഇവിടെ എടുത്ത് ഇൻട്രഡക്ഷനിൽ എഴുതും, ആ സെയിം സെൻറ്റൻസ് തന്നെ റെക്കമെൻഡേഷനിലും എഴുതും. സോ അത് റിപ്പീറ്റേഷൻ വരും, അത് നിങ്ങളുടെ മാർക്കിനെ കംപ്ലീറ്റ്ലി
അഫക്റ്റ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രഡക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ്, ആ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫാണ് ശരിക്കും നിങ്ങളുടെ ലെറ്ററിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് തന്നെ പറയാം. അതായത് ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള മെയിൻ ഫാക്ടർ, ബട്ട് സം കോംപ്ലിക്കേറ്റഡ്. ഇൻട്രഡക്ഷൻ പിന്നെയും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. ബട്ട് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു 10-15 ലെറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്കത് പഠിക്കാൻ പറ്റില്ല. ഒരു കുറഞ്ഞതൊരു എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു 100 ലെറ്റർ നിങ്ങൾ എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് B സ്കോർ കിട്ടാവുന്നുള്ളൂ. സോ കീപ്പ് ഓൺ പ്രാക്ടീസ്. 100 എന്നൊക്കെ പറയുമ്പം അത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഡെയിലി നമുക്ക് എഴുതാൻ ടൈം കിട്ടത്തില്ല, ബട്ട് എന്നാലും അത് കുറച്ച് ഇൻട്രസ്റ്റ് എടുത്ത് എഴുതി പഠിച്ചാലേ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ക്ലാസ്സസിനൊന്നും പോകുന്നില്ല, സെൽഫ് സ്റ്റഡി ആയിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ പ്ലസ് ആൻസേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ ആൻസർ നോക്കാതെ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് ആൻസർ എഴുതുക. നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലെറ്ററുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻസർ നോക്കുക. ഓക്കെ, സോ അതിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാണെന്നില്ല, നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഏത് യൂട്യൂബ് ചാനലാണെങ്കിലും അതെടുക്കുക. ക്വസ്റ്റ്യൻ മാത്രം ആദ്യം നോക്കുക, ലെറ്റർ എഴുതുക. അത് കഴിഞ്ഞിട്ട് കമ്പാരിസണിന് വേണ്ടി മാത്രം നിങ്ങൾ ബാക്കി ആൻസറിലേക്ക് പോവുക. സോ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ലെറ്റർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് നോക്കി പോകുന്നതുകൊണ്ട് മൈൻഡിൽ കുറച്ച് ഫാക്ടേഴ്സ് വരും, ബട്ട് അത് നമ്മുടെ പ്രാക്ടിക്കലി വരില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുമ്പം അല്ലെങ്കിൽ ആ റൈറ്റിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം ആ പോയിൻറ്റ്സ് ഒന്നും നമുക്ക് നമ്മുടെ രീതിയിൽ വഴങ്ങി വരില്ല. സോ നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് യൂസ്ഡ് ആവത്തുള്ളൂ. ഇനി ഇതിൽ ഓർഗനൈസേഷൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ റിലവൻറ്റ് ആൻഡ് ഇറലവൻറ്റ് ഡേറ്റാസ് എങ്ങനെ എടുക്കണം എന്നുള്ളത് സിമ്പിളാണ്. റീഡർ ആരാണെന്ന് നോക്കുക. ഓക്കെ, അതൊരു ഡോക്ടറാണോ, അല്ലെങ്കിൽ നഴ്സിംഗ് പ്രൊഫഷനാണോ, അല്ലെങ്കിൽ നോൺ മെഡിക്കൽ പ്രൊഫഷനാണോ, ലൈക്ക് സോഷ്യൽ വർക്കർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ്, അങ്ങനെ നമുക്ക് പല പ്രൊഫഷണൽസ് ഉണ്ട്. ആരാണ് റീഡർ അത് ആദ്യം മൈൻഡിൽ വെക്കുക. ഓക്കെ, നമ്മൾ ലെറ്റർ എഴുതുന്നത് വെറുതെ ഒരാൾക്കല്ല, അക്കോർഡിംഗ് ടു സ്പെസിഫിക് റീഡേഴ്സാണ്. അപ്പോൾ അവരുടെ സ്കോപ്പ് ഓഫ് സർവീസിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ലെറ്ററിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ടേംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കൺസൈസ്ഡ് ആയിട്ട് എഴുതുക, അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും ലെറ്റർ എഴുതുന്നത്. നഴ്സസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടി വരും. സോഷ്യൽ വർക്കർ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രഡക്ഷൻ കഴിഞ്ഞാണ് സോഷ്യൽ പാരഗ്രാഫ് എഴുതണം, അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിലേക്ക് പോകാവുള്ളൂ. ഇവിടെ സോഷ്യൽ പാരഗ്രാഫാണ് കൂടുതലായിട്ട് എഴുതേണ്ടത്, പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് കുറച്ച് എഴുതാവുള്ളൂ. ഫിസിയോതെറാപ്പിസ്റ്റാണ് ലെറ്റർ എഴുതുന്നുണ്ടെങ്കിൽ റിലേറ്റഡ് ടു ദ ഇൻസിഡൻറ്റ്, അത് ആക്സിഡൻറ്റോ എന്തെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിച്ചിട്ടായിരിക്കുമല്ലോ അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളത്. സോ അതിൻ്റെ റീസൺ എന്താണ് സംഭവിച്ച്, അതിനുവേണ്ടി സർജറി എന്തെങ്കിലും കഴിഞ്ഞോ, എന്താണ് എക്സസൈസ് പ്രോഗ്രാംസ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തത്, കറൻറ്റ് സ്റ്റാറ്റസ്. ഓക്കെ, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതൊക്കെ അസിസ്റ്റീവ് ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുന്ന അതേ കണ്ടൻറ്റ് തന്നെ പ്രസൻറ്റ് മെഡിക്കലിൽ വേണം, ബട്ട് റെക്കമെൻഡേഷൻ പാരഗ്രാഫ് കുറച്ച് ലാബറേറ്റഡ് ആയിട്ട് അവർക്ക് കാണും. ഹോം അസസ്മെൻറ്റ് പ്ലസ് മോഡിഫിക്കേഷൻസ്, അതിൻ്റെ കൂടെ അസിസ്റ്റഡ് ഡിവൈസ് പ്ലസ് എക്സസൈസസിനെ കുറച്ച് കാര്യങ്ങളും കൂടെ റെക്കമെൻഡേഷനിൽ വരും. ഓക്കെ, ഇനി ഓർഗനൈസേഷനിൽ വേറൊരു ഫാക്ടർ ഞാൻ പറഞ്ഞുതരാം. ഇൻട്രഡക്ഷനിൽ നമുക്ക് 2 കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് എപ്പോഴും 2 പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതുക. അപ്പം നമ്മുടെ ലെറ്റർ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചറൽ ആകും. അപ്പം നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഒരു പാരഗ്രാഫിൽ ഒരു കണ്ടീഷൻ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിത്ത് മാനേജ്മെൻറ്റ് സഹിതം എല്ലാം അതിനകത്ത് എഴുതാം. സെക്കൻഡ് പാരഗ്രാഫിൽ സെക്കൻഡ് കണ്ടീഷൻ എഴുതാം. ചിലപ്പം അതിൽ ഒരെണ്ണം റിക്കവേർഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും, ഒന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻസ് ആയിരിക്കാം. സോ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും ഒരുമിച്ച് എഴുതും. അതായത് 2 കണ്ടീഷൻസിൻ്റെയും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒരുമിച്ച് എഴുതും, 2 കണ്ടീഷൻസും ഡയഗ്നോസ് ചെയ്തു, 2 കണ്ടീഷൻ്റെയും മാനേജ്മെൻറ്റ് ഒരുമിച്ച് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡറിന് അത്ര ക്ലാരിറ്റി കിട്ടില്ല നിങ്ങളുടെ ലെറ്ററിൽ. ഓക്കെ, ചിലപ്പം മിസ്സായിപ്പോവും, ചില ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു വിച്ച് കണ്ടീഷൻ അത് ഒത്തിരി മിസ്സായിപ്പോവും. അതാണ് ഒരു വേ. പിന്നെ നമ്മൾ എമർജൻസി ലെറ്റർ, അതായത് ഒരു ഏർജൻറ്റ് ലെറ്റർ ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും 2 പാരഗ്രാഫ് വേണം. അതിൽ ആദ്യത്തെ പാരഗ്രാഫ് ഇന്ന് നടന്ന കാര്യങ്ങൾ മുഴുവനും എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. രണ്ടാമത്തെ പാരഗ്രാഫിൽ പണ്ട് നടന്ന കാര്യം എഴുതാം. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പം ഹോസ്പിറ്റലൈസേഷനിലെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു, നമ്മൾ ഹോം വിസിറ്റിന് വേണ്ടി പോകുന്ന ലെറ്റേഴ്സ് ഉണ്ട്, ഇഷ്ടംപടി ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലെറ്റേഴ്സിൽ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലൈസേഷൻ ആദ്യമേ എഴുതാം. ഓക്കെ,
ഇനിഷ്യലി ഓൺ ഇന്ന ഡേറ്റ് ഇന്നയാൾ ഇവിടെ അഡ്മിറ്റായി ഇന്ന കാര്യങ്ങൾ കൊണ്ടെന്ന് പറയേണ്ട ആ പാരഗ്രാഫ് മുഴുവനും ഡിസ്ചാർജ് വരെ എഴുതുക. അടുത്ത പാരഗ്രാഫിനകത്ത് നമ്മുടെ എല്ലാ ഹോം വിസിറ്റിൻ്റെയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. അത് ഒരു ടൈപ്പ്. അതല്ലാതെ വേറൊരു ടൈപ്പ്, ഈ ലെറ്റർ ടൈപ്പ് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. ഹോസ്പിറ്റലൈസേഷൻ പ്ലസ് നമ്മുടെ ഹോം വിസിറ്റ്. ഹോസ്പിറ്റലൈസേഷൻ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ലെറ്ററിൽ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ്റെ കാര്യങ്ങൾ കുറച്ച് 2 സെൻറ്റൻസിൽ എഴുതി തീർക്കാവുന്നതേ കാണത്തുള്ളൂ. ബട്ട് ഹോം വിസിറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഹോം വിസിറ്റ്സ് എല്ലാം അവിടെ എഴുതേണ്ടി വരും. അടുത്ത പാരഗ്രാഫിനകത്ത് ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ കുറച്ച് ഏറെ എഴുതാനുണ്ടെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് ടുഡേ ഡ്യൂറിങ് ഹോം വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ എഴുതാം. അങ്ങനെ ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് എഴുതാവുന്നതാണ്. എങ്ങനെ എഴുതിയാലും നമ്മുടെ ലെറ്റർ സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഈസി ആയിട്ട് നമുക്ക് ബി സ്കോർ കിട്ടാം. സോ ഐ എം ഹൈലി റെക്കമെൻഡിങ് യു ടു ഗോ ടു ദാറ്റ് യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് എക്സാം ക്വസ്റ്റ്യൻസ്, റീസെൻറ്റ് എക്സാം ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നില്ല അതിൽ കുറേ ലെറ്റേഴ്സ് കിടപ്പുണ്ട്. റീസെൻ്റ്ലി ചോദിച്ചത്, അതായത് 2021 ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ 2021 മുതൽ 2024 ഇപ്പം വരെയുള്ള ലെറ്റേഴ്സ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ സ്റ്റുഡൻസ് പാസ് ചെയ്ത്, ഐ മീൻ ജസ്റ്റ് ഇൻഫർമേഷൻ തന്ന് കിട്ടിയതെല്ലാം തന്നെ വെച്ചിട്ട് ഞാൻ കുറേ ലെറ്റേഴ്സ് ചെയ്തിട്ടുണ്ട് വിത്ത് സാമ്പിൾ ലെറ്റേഴ്സ്. സോ അത് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ക്ലിയർ ഐഡിയ കിട്ടും എങ്ങനെ എഴുതണം എന്നുള്ളത്. പിന്നീട് അത് നിങ്ങളുടെ സ്റ്റൈലിൽ അത് മാറ്റി എഴുതിയാൽ മതി. സോ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന അതേ സ്റ്റൈലിൽ എഴുതണമെന്നില്ല. ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ് ഒക്കെ മാക്സിമം യൂസ് ചെയ്ത് എഴുതിയാൽ മതി. ലെറ്റർ എഴുതാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രാമർ, എല്ലാവർക്കും ഗ്രാമർ ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ഫാക്ടേഴ്സാണ്. സോ സിമ്പിളായിട്ട് പാസീവ് വോയിസ് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വലുതായിട്ടൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. പങ്ക്ച്വേഷൻസ് ആൻഡ് പാസീവ് വോയിസ്, ഈ 2 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെറ്ററിൻ്റെ കൺസ്ട്രക്ഷൻസ് ഒത്തിരി ഈസി ആയിരിക്കും. അതായത് ഒരു തേർഡ് പാർട്ടി എടുത്ത് പറഞ്ഞ പോലെ. അപ്പം നമ്മളെല്ലാവരും നേഴ്സസാണ്. സോ നഴ്സിംഗ് നോട്ട് എഴുതുന്ന പോലെ ഒരിക്കലും വോയിറ്റ് ലെറ്റർ എഴുതരുത്. അത് നമുക്ക് ഒത്തിരി മിസ്റ്റേക്സ് വരും. ആ ആക്റ്റീവ് വോയിസിനേക്കാളും പാസീവ് വോയിസിൽ എഴുതുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു. സോ നമ്മൾ നഴ്സസ് നോട്ടിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? അഡ്മിനിസ്ട്രേഡ് ആൻറ്റിബയോട്ടിക്സ് അല്ലേ? ആ രീതിയിൽ തന്നെ നമ്മൾ ഒയിറ്റിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഹി വാസ് ഇനിഷ്യേറ്റഡ് വിത്ത് ആൻറ്റിബയോട്ടിക്സ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതാണെങ്കിൽ ഹി വാസ് അഡ്മിനിസ്ട്രേഡ് വിത്ത് ആൻറ്റിബയോട്ടിക്സ്. ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഹി ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് വിത്ത് ആൻറ്റിബയോട്ടിക്സ് വിച്ച് നീഡ് ടു ബി കണ്ടിന്യൂഡ് ഫോർ 3 days. ഓക്കെ, ആ ഒരു ഹാസ് ബീൻ, ഈസ്, വാസ് ഒക്കെ ചേർത്ത് വരുന്ന ആ പാസീവ് വോയിസിൻ്റെ യൂസേജ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അതും സിമ്പിളായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ, ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. അത് നിങ്ങൾ നോക്കി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് കോമൺ ടിപ്സ്, ഓക്കെ, ഒയിറ്റിയുടെ കോമൺ ടിപ്സ് എന്ന് പറഞ്ഞൊരു ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ വകയായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പാസീവ് വോയിസ് ഇൻ ഒയിറ്റി, ഓക്കെ, ഒയിറ്റി റൈറ്റിംഗ്. അത് സിമ്പിളായിട്ട് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലെറ്റേഴ്സിൻ്റെയും പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് ഒത്തിരി ഈസി ആയിട്ടായിരിക്കും. സോ ഇങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അങ്ങനെ പല 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 ടെക്നിക്സ് ഉണ്ട് നമ്മുടെ ഒയിറ്റി റൈറ്റിങ്ങിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഈസി ആക്കാൻ വേണ്ടി. ഓക്കെ, ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് 2 പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. സോഷ്യൽ വർക്കറിൻ്റെ ലെറ്ററിൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് സോഷ്യൽ പാരഗ്രാഫ് എഴുതി കഴിഞ്ഞിട്ട് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് എഴുതാവുള്ളൂ. അർജൻറ്റ് റെഫർ ലെറ്റർ ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഒരു ലെറ്റർ എപ്പോഴും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ടുഡേ, ഇന്ന് നടന്ന കാര്യങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് പഴയ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ സോഷ്യൽ പാരഗ്രാഫ്, റെക്കമെൻഡേഷൻ പാരഗ്രാഫ് ആ രീതിയിൽ എഴുതുക. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലെറ്റർ നമുക്ക് കുറച്ചും കൂടി ഈസി വേയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്യുമോ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കൺസേൺ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ, ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിലും ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. സോ ഒരു ചെറിയൊരു ഒയിറ്റി ഓൺലൈൻ അക്കാഡമി വിത്ത് ഫ്യൂ എക്സ്പേർട്ട് ട്യൂട്ടേഴ്സ് നമുക്കുണ്ട്. സോ ഫ്ലെക്സിബിൾ ടൈമിൽ ക്ലാസ്സസ് അറേഞ്ച് ചെയ്ത് തരാവുന്നതായിരിക്കും. മെറ്റീരിയൽസ് എല്ലാം തന്നെ ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. റീസെൻറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഫോർ റൈറ്റിംഗ്, സ്പീക്കിംഗ്, അതുപോലെ ലിസണിങ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ കുറച്ച് ഒതൻറ്റിക് മെറ്റീരിയൽസ്, ഒരു 75+ മെറ്റീരിയൽസ് അതിനകത്തുണ്ടായിരിക്കും. ലെറ്റേഴ്സൊക്കെ ആണെങ്കിലും സ്പീക്കിംഗ് കാർഡ്സ് ആണെങ്കിലും 100+
മെറ്റീരിയൽസ് ഉണ്ട്. സോ നിങ്ങൾക്കത് ആക്സസിബിൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ 2 മോഡ്യൂൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അതുപോലെ തന്നെ ലെറ്റർ വോയിസ് കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലെറ്റർ എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ അറ്റാച്ച് ചെയ്ത് എനിക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വോയിസ് കറക്ഷനായിട്ട് നിങ്ങൾക്ക് വോയിസ് നോട്ടായിട്ട് സെൻഡ് ചെയ്ത് തരുന്നത്. സോ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയുടെ ലാസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പുണ്ട്, അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഫർദർ മോർ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് useful for you. We'll see with another one informative video. Until then, bye. Take care.